അല്ലേ ഇവിടെ ഇങ്ങനെ നിന്നാ മതിയേ? ബൈജോനോട് വെയിറ്റ് ചെയ്യുന്നു, നിന്റെ കാര്യം സംസാരിക്കണ്ടേ? പിന്നെ കുപ്പി എടുത്താ ഈ സാധനത്തിന്റെ പേരാണ് കുപ്പി. വേണ്ട, രണ്ടെണ്ണം അടിക്കുന്ന സമയത്ത് കൊച്ചു പിള്ളേരെ പട്ടിക്കുട്ടി അടിപ്പിക്കരുത്. ടച്ചിങ് സാമാര് തീർക്കും. ഇത് നമ്മളിരിക്കുന്ന സ്ഥലമല്ലേടാ. നീ എന്തിനാണ് നിന്റെ അനിയനെ വിളിച്ച് ഇങ്ങോട്ട് കയറിക്കൊണ്ട് വന്നത്? അവനാണ് ഈ സാധനം എടുക്കാനുള്ള പൈസ തന്നത്. ഒരു വിഷയമുണ്ട്. അത് നീ കൂടിയ സാധനം എടുത്തു തന്നപ്പോഴേ മനസ്സിലായി. ഇവനൊരു പെണ്ണുമായിട്ട് പ്രേമത്തില. പെണ്ണിന്റെ പേര് പത്മിനി. പ്രീമിയർ പത്മിനി? അത് വെബ് സീരീസ്. ഇത് വെറും പത്മിനി. സമ്മതം കാര്യം എന്താണ്? അല്ല, അവളെ വീട്ടില് കല്യാണം കണ്ട് അറേഞ്ച് ചെയ്ത്. അപ്പൊ ഇവനാണെങ്കിൽ കല്യാണമായി ഇവനായിട്ട് പ്രേമം. ഇവനാണെങ്കിൽ ആ പെണ്ണില്ല ജീവിക്കാൻ പറ്റില്ല. അന്ന് നമ്മൾ അത് അങ്ങനെയാണ്. ഞാൻ കേട്ടാത്തോണ്ട് ഞാൻ പറയണത്. നീ കേട്ടിട്ടില്ല. ഞാൻ പിന്നെ കെട്ടിയ എനിക്ക് മുന്നേ അവൻ പെണ്ണിനെ വിളിച്ചോണ്ട് വേണ്ടി നിൽക്കുന്നത്. സ്നേഹിച്ച് കഴിഞ്ഞാൽ വിളിച്ചോണ്ടെന്നില്ലെങ്കിൽ പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ ചാറും. ചെറിയൊരു വിഷമമുണ്ടാവും. നൈസിന് നമ്മൾ ആ പെണ്ണിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി ഇവന്റെ അടുത്തോണ്ട് കൊടുക്കുന്നു. എന്ത് പറയുന്നു? അത്രേ ഉള്ളൂ. വിളിച്ചോണ്ടാരെ അണ്ണന്റെ അടുത്ത് പറഞ്ഞു വീട് കഴക്കൂട്ടം തന്നെ. കഴക്കൂട്ടം കലിപ്പ് ഏരിയാണ്. പിന്നെ കുഴപ്പമില്ല, നമ്മളെ കുറെ പേയ്മെന്റ് കൊണ്ട് കാര്യങ്ങൾ അറിയാല്ലേ. ജംഗ്ഷൻ ജംഗ്ഷന്റെ അവിടെ നമ്മുടെ രാജസേന മുതലാളി വീടില്ല. മറ്റേ എടാ പുല്ലേ, ഞാൻ നിന്നെ കൊണ്ടുപോയില്ല മറ്റേ ബാറ് രാജസേന മുതലാളി. അതിന്റെ ഓണർ എത്ര ബാർ? 7-8 ബാറ്, 10-15 പ്രൈവറ്റ് ബസ്. ഇല്ലാത്ത ബിസിനസ് ഒന്നും അല്ല. അയാളെ ബാറിൽ പോയി ഒന്നങ്ങാരം അടിച്ചിട്ട് കലിപ്പുണ്ടാക്കിയാലേ റെഡി. നിന്നോടെ കഴക്കൂട്ടത്തിച്ച ഉത്സവത്തിന് ഓടിയോ രാജസേന മുതലാളിയുടെ മകള്. എനക്കെന്തൊരു ഭ്രാന്താടാ. ഞാൻ പോണം. നീ പഠിച്ചു. നമ്മൾ ഇതിന്ന് 2 വെച്ച് അടിച്ചില്ല. എങ്ങനെ പോകൂടാ? ഈ സാധനം ബൈജോണ്ണ, ഞാൻ പറയണമെന്ന് കേളമ്മ. അവൻ എന്തെങ്കിലും ഒരു വിഷമുണ്ടായ പറയാൻ ഞാനേ ഉള്ളൂ. എനിക്കൊരു വിഷമുണ്ടായ പറയാൻ അണ്ണനേ ഉള്ളൂ. ഞാൻ അടുത്ത് പറയും. നീ എൻ്റെ അടുത്ത് പറ. എൻ്റെ അനിയനല്ല അണ്ണാവൻ. അണ്ണൻ്റെ അനിയനല്ല ഞാൻ. അണ്ണൻ്റെ അനിയനെ പോലെ കാണണം, എന്നെ പോലെ കാണണം അവന്. അല്ല, ഇത് ഇത്രയും പ്രശ്നമുള്ള കേസാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ അവൻ വന്നൊരു സഹായം എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത്ര സീരിയസ് ആണ്. ഞാനും അവളും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്ന്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കെട്ടിയില്ലെങ്കിൽ അവൾ എന്തായാലും ചത്തുകളയും. ചേരേണ്ടവർ തമ്മിലല്ലേ എണ്ണ ചേരുള്ളൂ. നിന്റെ അച്ഛനെന്തൊരു ജോലി? കിളയിൽ. കറക്റ്റ് ചേരും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മളെ കൊന്നുകളയും. ഞാനില്ല, ഞാൻ വേറെ നിവൃത്തിയില്ലെണ്ണ. ഞാൻ ഏറ്റുവേണം. ഈ ചെറുക്കന്മാർക്ക് നമ്മളല്ലേ ഉള്ളൂ. എടാ, അവളെപ്പം വരും? അണ്ണാ, അവളൊരു വെളുപ്പിൽ 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. അവൾക്കെന്താ ഉച്ചയ്ക്ക് ഒന്നുകൂടെ? എൻ്റെ ബൈജുണ്ണ, അവൾ അച്ഛനെന്ന് പറഞ്ഞാൽ ഈ ജോലി ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കണക്കൊക്കെ നോക്കിയിട്ട് കിടക്കുമ്പോൾ എങ്ങനെ വിചാരിക്കും 3 മണിയൊക്കെ ആവും വെളുപ്പിലെ. അത് കഴിഞ്ഞ് പുള്ളി ഉറക്കം എഴുന്നേക്കണമെങ്കിൽ എങ്ങനെ വിചാരിക്കും ഉച്ച 2-2:30 മണിയാവും. ഇതിനകത്ത് നമ്മൾ വെളുപ്പിലെ അവളെ പൊക്കണം. നേരെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഉച്ച 1 മണിയാകുമ്പോഴത്തേക്കും ബാംഗ്ലൂർ ട്രെയിനുണ്ട്. അതിൽ നിങ്ങൾ കയറ്റി വിട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് പണിയേ ഇല്ല. അപ്പം വെളുപ്പിന് അവളെ വിളിച്ചോണ്ട് പോകണം. കല്യാണം ട്രെയിനിൽ കയറ്റി വിടണം. അത്രയുള്ള എടേ, ഞാൻ ഒരു വെളുപ്പാങ്കല 3 മണിയാകുമ്പോൾ മധുവിൻ്റെ ജീപ്പ് എടുത്തോണ്ട് നിന്റെ വീട്ടിൽ വരുന്നു. നിന്നെ എടുത്തുകൊണ്ട് പോയി ഇവന്മാരെ എടുത്ത് നേരെ അവളെ വീട്ടിൽ പോയത് അവളെ പൊക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നീ ഒന്ന് ഒഴിച്ചാണ്.
ടെൻഷൻ അടിക്കുമ്പോ ഒരെണ്ണം അടിക്കുമ്പോ ടെൻഷനൊക്കെ മാറും. മാറുമോ? ബൈജു ഒന്ന് ഏറ്റേ വെള്ളത്താടാ. വരണില്ലേ വരണില്ലേ ആര് പെണ്ണ് വളർത്താ കേറിയകത്ത് അല്ല. ഓ പിന്നെ ഞാൻ എന്തിനു വെറുതെ കിടന്ന് പ്രശ്നമായിട്ട് ചത്തത്? അതല്ലേ ഞാൻ കണ്ണത്തിട്ട് വാ പോവാ വാടാ അണ്ണ വണ്ടി ഓടിക്കാവുന്നു. നിന്റെ അധികം ദൂരിക്കണം. പപ്പി വന്നില്ല, പപ്പി പോയി. അങ്ങോട്ട് കേറിപ്പോ. അതുകൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ഒരു കാല് വെളിയിലാണ്. അങ്ങോട്ട് വാ. അവന് വല്ല സീരിയസ്നെസ് ഉണ്ടോ നോക്കിയാൽ മൊബൈൽ കളിച്ചോണ്ടിരിക്കണം. അപ്പൊ വീണ്ടും തുടങ്ങിയാണ് മൊബൈൽ കളി. ഈ മൊബൈലിലും കളിച്ചോണ്ടിരുന്ന നിനക്ക് ചെലവിനുള്ള വരുമാനം ഇവിടെ നിൽക്കോളൂ. ഇത്രയും ദിവസം ഈ മൊബൈലിൽ MBL ഗെയിം കളിച്ചാണ് ഞാൻ പൈസ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഞാൻ കളിച്ചോണ്ട റണ്ണർ എന്ന് പറഞ്ഞൊരു ഗെയിമായിരുന്നു. അതിനെക്കാട്ടി കിടിലും ഒരു ഗെയിം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഫ്രൂട്ട് ചോപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഗെയിം കളിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എളുപ്പ വഴിയുണ്ട്. UPI വഴി അല്ലെങ്കിൽ Paytm വഴി നമുക്ക് ഈ പൈസ വിഡ്രോവൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. MBL ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് കളിച്ചു നോക്കി, അപ്പോഴറിയാം എൻ്റെ കാര്യം. ആണോ? ഓ എടാ, ഈ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 മാസം മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടണം. അത് കഴിയുമ്പോൾ ഒരു ഡേറ്റ് തരും. ആ ഡേറ്റ് ചെന്നാൽ അവർ കല്യാണം നടത്തി തരുള്ളൂ. അല്ലാതെ ചുമ്മാ ചാടിക്കേറി. അല്ല, അണ്ണനും അത് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഞാൻ പറഞ്ഞിട്ടോന്ന് നേരത്തെ നിങ്ങളിത് പറഞ്ഞത് കേൾക്കാതെ ഒന്ന് കയറിയത് പോലെ. നമ്മൾ ഈ സിനിമയിലൊക്കെ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അടുത്തപ്പല്ലേ കാര്യം മനസ്സിലായത്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി രജിസ്റ്റർ ചെയ്താലോ? വേറെ എവിടെന്ന് വെച്ചാൽ അല്ല, ഇവിടെ മാത്രമല്ല രജിസ്റ്റർ ഓഫീസ് ഉള്ളത്. എടാ, അങ്ങനെയാണ് നോക്കി ഇവന്റെ ഹോൾഡ് വെച്ചിട്ട് ലണ്ടനിൽ പോയി രജിസ്റ്റർ മാരേജ് നടത്തിയാലോ? പാസ്പോർട്ട് ഇല്ലടാ. എടുക്കാൻ കൊച്ചണ്ണ ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയില്ലെണ്ണ. ഇതേടാ അവളെവിടെ ഉണ്ട്? പിന്നെ ഏത് നേരത്തും ഉണ്ടാക്കി. ഇവന്റെ ബർത്ത്ഡേ എന്നറാ ഓഗസ്റ്റ് 7 കണ്ടാണ്. അപ്പോൾ വല്ല നവംബറിലായിരിക്കും. വിക്രം, അവന്റെ ഒരു സല്ലല്ലടാ. ഓ, സുനിൽ സനൽ. വിക്രം ഇസ് മൈ ഇൻസ്റ്റാഗ്രാം ID. യെസ് പപ്പി. പപ്പി, ആ വിക്രമിന്റെ ടീഷർട്ട് ഷൂ എന്റെയാണ്. എന്താ നിന്റെ പ്ലാൻ? നീ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട. പ്ലാൻ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് കൂടെ നിന്നാ മതി. എടാ, 1 മാസം കഴിയാതെ ഇനി കല്യാണം നടക്കില്ല. എന്താണ് നിന്റെ പരിപാടി? ഞങ്ങളങ്ങ് പോട്ടാ. പക്ഷെ അങ്ങനെ അങ്ങ് പോവാണ. 1 മണിക്ക് ബാംഗ്ലൂർ ട്രെയിൻ ഉണ്ട്, അതിൽ കയറ്റി വിട്ടിട്ട് പോയി. അതാകുമ്പോ ഉണ്ടിട്ട് പോരാ. ബാംഗ്ലൂർക്കോ? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്നല്ലേ നീ പറഞ്ഞിരുന്നേ? കല്യാണം കഴിഞ്ഞില്ലല്ലേ? വിക്രം, നീ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാണ്ട് സംസാരിക്കരുത്.
അതുകൊണ്ടാണ് ബാംഗ്ലൂരിലേക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തത് എൻ്റെ പൈസയ്ക്ക്, അതും സ്ലീപ്പർ കോച്ച്. നീ എന്തൊക്കെ പറഞ്ഞാലും കല്യാണം കഴിയാതെ നിന്റെ കൂടെ ഞാൻ ബാംഗ്ലൂർക്ക് വരില്ല. ഉറപ്പിച്ചാ? പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, മഴയ്ക്കുമ്പോൾ വീട്ടിൽ പോ. വീട്ടിൽ പോയ അച്ഛൻ എന്നെ കൊല്ലും. 1 മാസം എന്നെ സംരക്ഷിക്കേണ്ട ചുമതല നിനക്കാണ്. ആണ് എന്നെ ഇനി എടുക്കണോ? വാറേ സംഭവം പ്രശ്നമാണെന്ന് പറ, കാര്യം പറ. എത്ര അവളിപ്പോൾ ബാംഗ്ലൂർ വരില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാടാ പറയണത്? കല്യാണം കഴിയ ഒരു പെണ്ണുള്ളതൊന്നും വരുമൊന്നുമില്ല. ചുമ്മാ ഈ ചെറുകൻ. അതല്ലണ്ണ, 1 മാസം എങ്ങനെയായാലും നമ്മൾ അവളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. സംരക്ഷിക്കാൻ 1 മാസം? സത്യമാണ്. അല്ലെ 1 മാസത്തേക്ക് ഇത് എന്തിനാകുന്നു? നമ്മുടെ വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. നിന്റെ വീട്ടിലല്ല പിന്നെ ആരെ വീട്ടിൽ കൊണ്ടുപോകണം? പോകണം, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ എന്താണ് പറയുന്നത്? ആകെ 2 മുറിയാണ് വീട്ടിലുള്ളൂ. 1 മുറി ഞാൻ കിടക്കും, 1 മുറിയിൽ അച്ഛനും അമ്മയും കിടക്കും. ഇവൻ പട്ടിയുടെ കൂടെ തിണ്ണയിലാണ് കിടക്കുന്നത്. അവളെ കൊണ്ടുവന്ന പട്ടി അവിടെ കിടക്കും. അത് മാത്രമല്ല, ഈ ഒരു പെൺകൊച്ചിന് വീട്ടിലോട്ടുണ്ടെങ്കിലും ബാത്റൂം സംഭവങ്ങളൊക്കെ വേണ്ടി നമ്മളെ കഴിഞ്ഞ വർഷം ക്ലബ്ബിൽ ഓണത്തിനടിച്ച ഫ്ലെക്സാണ് ബാത്റൂം വെച്ചത്. അത് തന്നെ ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ മെസ്സി ഇരിക്കും പോലെ എനിക്ക് തോന്നിയത്. അല്ലാതെ ഫുട്ബോളിൻ്റെ ഫ്ലെക്സ്. ഇനിയിപ്പോൾ എന്തിനാ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയാലേ പറ്റുള്ളൂ. അവളെന്തായാലും വീട്ടിൽ പോകില്ല. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം. നീ നിന്റെ മാമൻ്റെ വീട്ടിലല്ലേ നിൽക്കണം? എന്നാൽ ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. 1 മാസമൊക്കെ എന്ത് വേണം? എന്നാൽ 1 മാസവും നിർത്തണ്ട, 1 ദിവസം നിർത്തിയാൽ മതി. മറ്റന്നാ ഞാൻ എങ്ങനെയായാലും രജിസ്റ്റർ ഓഫീസിനെ കണ്ട് നമ്മളെ ബന്ധു തന്നെ പുള്ളിയെടുത്ത് സെറ്റ് ചെയ്ത് ഞാൻ നേരെ ബാംഗ്ലൂരിൽ എൻ്റെ ട്രെയിൻ കയറി പൊക്കോളാം. ഏത് ബന്ധുവാണ് രജിസ്റ്റർ ഓഫീസിൽ നിനക്ക്? എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ. ആ ബന്ധം അങ്ങനെ പറ. പ്ലാനിങ് ഇല്ലാതെ വിളിച്ചിറക്കൊണ്ട് വന്നിട്ട് കേള്, 1 ദിവസത്തേക്ക് നിർത്തിയാലും ഉത്തരവാദിത്തമുള്ള ഒരു വീട്ടിൽ നിർത്തണം. അപ്പോൾ അച്ഛനാണ് പറഞ്ഞ് ഈ ചെറുക്കണം ഒന്നുകളല്ല. ഉത്തരവാദിത്വത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും നിർത്താൻ പറ്റും ഒറ്റ വീട് ഈ പഞ്ചായത്തിൽ. അതെ അതെ ഒരു അണ്ണൻ്റെ വീട്. അത് ശരിയല്ല. 3-4 മുറിയെ കൊണ്ടില്ല. ആകുമ്പോൾ സഹോദരിയുണ്ട്, അമ്മയുണ്ട്, സേഫാണ്. പക്ഷേ ഒരു ഇടി ഇടിച്ചത് എന്തിനാ? വേറെ ഒന്നുമില്ല. അണ്ണൻ ജസ്റ്റ് നമ്മൾ 1 ദിവസം ഒന്നും പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തുന്നു. നാളെ രാവിലെ വരില്ല. നാളെ രാവിലെ ആകുമ്പോൾ നമ്മൾ വിളിച്ചോണ്ട് പോകുമല്ലോ. ഇവിടെ നീ എന്തൊരു കളിയല്ല കേട്ടോ. ചുമ്മാ വീട്ടിൽ ഒന്നാമത് വിഷയമാണ്. നീ ചുമ്മാ നിർത്തും, നിന്റെ വീട്ടിൽ നിർത്തും, സേഫാണ്. നിങ്ങൾക്ക് എന്താണ് ഇത് കളിച്ച കാര്യമല്ലെന്ന് നോക്കണം. ആ പെങ്കൊച്ചിന്റെ മോൻ നോക്കണം. ഈ പെങ്കൊച്ചിന് വേറെ പടം കൊണ്ട് നിർത്തുമെന്ന്. ചുമ്മാ കളിച്ച കാര്യം നീ ചുമ്മാ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, അണ്ണ എന്നെ അനിയനെ പോലെയാണ് അണ്ണ. എൻ്റെ അനിയല്ലേ അണ്ണ നിൽക്കുന്നത്. ഈ സമയത്ത് വേറെ ആരുണ്ടെന്നോ നമ്മളെ സഹായിക്കും? കണക്കിടാണ് എൻ്റെ മോചം. പ്ലീസ് അണ്ണ. നീ നാളെ ഒന്ന് വിളിച്ചോണ്ട് പോവുമോ? പോവണ്ണ. ആണോ? മര്യാദ വിളിച്ചോണ്ട് പപ്പേ, 1 ദിവസത്തേക്ക് അതാ നിൽക്കുന്ന ബൈജു ഏട്ടയില്ലേ, പുള്ളിയുടെ വീട് ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അതൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. സഹോദരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ നിൽക്കുന്ന സനലിൻ്റെ കൂടെ വിക്രമിൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ സേഫാണ് ബൈജുവിൻ്റെ വീട്ടിൽ. പേടിക്കണ്ട. 1 ദിവസത്തേക്ക്. എന്താടാ കുന്തട വീട്ടിലെന്തിനു പറയൂടാ ഞാൻ? അണ്ണാ ചുമ്മാ അവിടെ നിന്ന് താങ്ങാതെ വാണ, സമയത്തിന് വീട്ടിൽ പോകണ വാണ. വരാം. എടാ, വീടിൻ്റെ സൗന്ദര്യം നോക്കാതെ ഇന്നലെ പാല് വെച്ച് കഴിഞ്ഞ വീടല്ല, 90 വർഷം പഴക്കമുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് ആരെന്ന് പറയൂടാ? എന്നാൽ ടെൻഷൻ അടിക്കാതിരി, നമ്മളൊക്കെ നിൽക്കുകയല്ലേ ഇല്ലേ? അപ്പേ
വീടെങ്ങനെ കൊള്ളാമോ? കൊള്ളൂലെന്ന് പറഞ്ഞാൽ അവ ഇപ്പോൾ കോവളത്ത് റിസോർട്ട് എടുത്ത് കൊടുക്കും. എന്നാ ലക്ഷ്മി, പാറു, അച്ഛ, അമ്മ, ഓടിവാ.